ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള KFC സ്റ്റൈലുള്ള ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊന്ന് പുരട്ടിയെടുക്കാം. ഫസ്റ്റ് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഞാനിത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട പൊടികളൊന്ന് റെഡിയാക്കി എടുക്കുക. ഞാനിതാ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. ഇനി ചിക്കൻ വെച്ചിട്ട് ഞാൻ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കിയെടുക്കാൻ ഞാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കന് എടുത്തിട്ട് ഫസ്റ്റ് ഈ മൈദയുടെ മിക്സിയിലൊന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഈ മൈദയുടെ മിക്സിയിൽ തന്നെ കോട്ട് ചെയ്യുക. ഇതുപോലെ ഞാൻ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇതിങ്ങനെ മുക്കിയിട്ട് ഒന്നങ്ങ് കുടഞ്ഞ് കളയണേ, എന്നാലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഫസ്റ്റ് മൈദയിൽ കോട്ട് ചെയ്യുക. എന്നിട്ട് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് വീണ്ടും മൈദയിൽ തന്നെ മുക്കുക. ഇതുപോലെ ഫുള്ളും ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. ഫുള്ളും ഞാൻ ഒന്നിച്ച് മുക്കി വെക്കുന്നില്ല, അന്നേരം റെഡിയാക്കി കിട്ടില്ല. ഞാനിത് കുറച്ച് എടുത്തിട്ട് മുക്കി വെച്ചതാണ്. അപ്പോൾ എന്നോട് ഈ ചിക്കനിൽ മുട്ട ചേർക്കാൻ മറന്നുപോയിനെ. ഇപ്പോൾ ഞാൻ 2 പീസ് മുക്കിയപ്പോഴാണ് എനിക്ക് മുട്ട ചേർത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ എടുത്തിട്ട് ഒരു മുട്ട ചേർത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചേർക്കേണ്ടതാണ്. എന്നോട് മറന്നു പോയിട്ടാണ് ഞാനിത് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഓയിൽ വെച്ചിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ പീസസ് ഇതിൽ കൊള്ളുന്നത്ര ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്ത അപ്പോൾ തന്നെ നമ്മളിത് ഇളക്കി കളിക്കരുത്. അന്നേരം ഇതിൽ മൈദയെല്ലാം അങ്ങ് ഈ ക്യാപ്സി പോലെ നമുക്ക് റെഡിയായി കിട്ടൂല. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ആകുമ്പോഴാണ് ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇതുപോലെ തന്നെ ബാക്കിയും കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എൻ്റെ KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ലേ. ഇതിലും ടേസ്റ്റാണ്. ഇത് മയോണൈസും സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.